അസ്സലാമു അലൈക്കും. നമ്മൾ തമാശയ്ക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാരെ ചിലപ്പോൾ ഒന്ന് ഭയപ്പെടുത്താറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ വിവാഹത്തിൻ്റെ ആദ്യ കാലഘട്ടം നമുക്കറിയാം, നമ്മളങ്ങനെ ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ദുരന്തം പലപ്പോഴും അതിൻ്റെ ഒരു അനന്തരഫലം വലിയ വിപത്തായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. പല വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അനന്തരഫലം ഭയങ്കര വിപത്തായിട്ട് കാണാറുണ്ട്. ആ ഒറ്റ ഭയപ്പെടുത്തലിലൂടെയാണ് ചിലപ്പോൾ ഒന്ന് തെന്നി വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും മാരകമായ പരിക്കുകളുണ്ടാകുന്നതും ജീവിതകാലം മുടി അവർക്ക് പ്രയാസമുണ്ടാകുന്നിടത്തേക്ക് എത്തിക്കുന്നതൊക്കെ സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു സംഭവം, ഒരു 14 വയസ്സായ കുട്ടി കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ മാതാവും പിതാവും നോക്കുമ്പോൾ അവർ വല്ലാത്ത പേടിയാണ് ആ കുട്ടിക്ക്. എപ്പോഴും പേടി, എപ്പോഴും ഭയം, പുറത്തിറങ്ങാൻ വയ്യ, എടുത്ത് പോകാൻ വയ്യ, അപ്പുറത്ത് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ ഒരു പേടി, ഒരു ഉള്ളു പേടി, ഭയം. അങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് അദ്ദേഹം ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എവിടെയും ആ കുട്ടിക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല. എവിടെ നിന്ന് ഇതിൻ്റെ ഒരു ആദ്യഘട്ടം മനസ്സിലാക്കണമല്ലോ. പിന്നെ ആ ഭാര്യയും ഭർത്താവിനും കൗൺസിലർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി ഗർഭിണിയായിരിക്കെ, അതായത് ഈ സ്ത്രീ ഗർഭിണിയായിരിക്കെ ഈ ഭർത്താവ് തമാശക്ക് വേണ്ടി ഒന്ന് പേടിപ്പിച്ചു. അതിലൊന്ന് ശരിക്കൊന്ന് ഭയന്നു പോയി ആ സ്ത്രീ. ആ ഗർഭസ്ഥ ശിശുവായിരിക്കെ സംഭവിച്ചൊരു പ്രശ്നമാണ് ഈ കുട്ടിക്ക് 14 വയസ്സായിട്ട് മാറാത്ത ഭയം. പലപ്പോഴും പല കുട്ടികളെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ എന്തെങ്കിലും അവരൊന്ന് വിളിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒച്ചെടുത്ത് പെട്ടെന്ന് ഞെട്ടിക്കുന്ന രൂപത്തിൽ അവരൊരു ശബ്ദമുണ്ടാക്കാം. അതേപോലെ ചില ആളുകൾ വീഡിയോസിൻ്റെ വ്യൂസിന് വേണ്ടി ഒരുപാട് ആളുകൾക്ക് വീഡിയോ കാണാൻ വേണ്ടി കുട്ടികളെ മുകളിൽ നിർത്തി താഴേക്ക് ഇടുക, എന്നിട്ട് അത് പിടിക്കുകയൊക്കെ ചെയ്യാം. വെറുതെ ഒന്ന് മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. അത് പാടില്ല എന്നാണ് ശാസ്ത്രീയമായി അവർ പറയുന്നത്. ഭയങ്കരമായി കുട്ടിക്ക് ദോഷമുണ്ടാക്കും. അതേപോലെ ഈ പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും ആസ്മയുമായി ബന്ധപ്പെട്ടല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ട്. അതേപോലെ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മറ്റൊരു സംഭവം, ഒരുപാട് കാലശേഷവും ഇവൾക്ക് ചെറിയൊരു പെൺകുട്ടിയാണ്, ഭയങ്കര നടുവേദന, നടുവിന് ഭയങ്കരമായ വേദന, ഒന്ന് പെട്ടെന്ന് ഇരിക്കാൻ പറ്റാതിരിക്കുക, എണീക്കാൻ പറ്റാതിരിക്കുക, എണീക്കാൻ പറ്റാതിരിക്കുക, ഒരു ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കാൻ പറ്റാതെ ഭയങ്കരമായ പ്രയാസം. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയാസം? അതുകൊണ്ട് ഇതേപോലെ ഒരു ഭർത്താവ് ഒരു ദിവസം ഈ കുട്ടിയെ ഒന്ന് പേടിപ്പിച്ചതാണ്. അപ്പോൾ തെന്നി വീണതായ സംഭവം. ആ നടുവിന് വന്ന വേദന വർഷങ്ങളായിട്ട് പോയിട്ടില്ല. അങ്ങനെ പലപ്പോഴും പല വീഡിയോസുകൾ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ സംഭവങ്ങൾ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിക്കുക, നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വലിയ ഒരു ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളെ പ്രത്യേകിച്ചും, കുട്ടികളെ നമുക്കറിയാം ഒരു ഏറ്റവും സുരക്ഷിത ബോധമായി സുരക്ഷിതത്തോടെ കഴിയേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ വീടുകൾ. അവിടെ പോലും അവർക്ക് ഒരു നിർഭയത്വമില്ലെങ്കിൽ, ഒരു സുരക്ഷിതത്വമില്ലെങ്കിൽ എന്നൊരു ചിന്തയിലേക്ക് അവർക്കുണ്ടാകും. അതേപോലെ ഇങ്ങനെ സ്ഥിരമായി നമ്മൾ പേടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ പിന്നീട് ഒരു സൈക്കോ പോലെ, അതായത് മറ്റുള്ളവർ പേടിച്ചൊരു ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. പല മൂവികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്കറിയാം ചെറിയ അനാവശ്യമായ ഭയങ്ങളെ അവരിൽ നിന്ന് മാറ്റുകയും ചെയ്യുക. കുട്ടികളിലെ ഭയം, ഇപ്പോൾ ചെറിയൊരു പാറ്റിനെ കണ്ടാൽ പേടിക്കുക, ഒരു പൂച്ചക്കുട്ടിനെ കണ്ടാൽ പേടിക്കുക, അല്ലെങ്കിൽ ഒരു നായക്കുട്ടിനെ കണ്ടാൽ പേടിക്കുക. അങ്ങനെ അനാവശ്യമായ ഭയമുണ്ട്. ഒരു പല്ലിനൊക്കെ പേടിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് വീട്ടിൽ. വലിയ വലിയ ആളുകളായിട്ട് പോലും പല്ലി, കൂറ, എലി മുതലായ ജീവികളൊക്കെ ഭയങ്കരമായി പേടിച്ച് ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ട ഭയമാണ്, ആവശ്യമുള്ള ഭയമല്ല. ആവശ്യമില്ലാതെ നമ്മൾ തിരിച്ചറിയുക. മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഭയമുണ്ട്. ഇപ്പോൾ ശക്തനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറഞ്ഞിടത്ത് പോലും അദ്ദേഹം സ്വന്തം വടി താഴെയിട്ട് പാമ്പായ സമയത്ത് ഭയപ്പെട്ട് പിറകോട്ട് പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ ഖുർആനിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ആവശ്യമായ ഭയമുണ്ട്. മനുഷ്യന് ഭയം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പുല്ലിനെ കാണുമ്പോൾ നമുക്ക് പേടിച്ച് ഓടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെയല്ല, ആവശ്യമായ ഭയം ആവശ്യമാണ്. പക്ഷേ അനാവശ്യമായ ഭയങ്ങൾ ഒഴിവാക്കുക. പഠനത്തിലൂടെയും അറിവിലൂടെയും വായനയിലൂടെയും. അതുപോലെ ചില ജീവികളൊക്കെ നമ്മൾ സ്പർശിക്കുന്നതിലൂടെ നമുക്ക് ഭയം ഒഴിവാകും. പൂച്ചനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്പർശിക്കുന്നതിലൂടെ, എലിയോ പൂച്ചയോ പല്ലിയോ പാറ്റയോ കൂറയോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ അനാവശ്യമായി സ്പർശിക്കുന്നതിലൂടെ ഇപ്പോൾ നമുക്ക് നിരന്തരമായി കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഭാര്യയൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതിനൊന്ന് സ്പർശിപ്പിക്കുക, നമുക്കൊന്ന് തൊട്ട് നോക്കാം, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഭയം മാറ്റണം എന്നാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത്. അനാവശ്യ ഭയമില്ലാതെയൊക്കെ അതുപോലെ കുട്ടികളെ പേടിപ്പിച്ച് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, ബാത്റൂമിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ഭയമുണ്ടെങ്കിൽ ആ കുട്ടികളിൽ ഭയമുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ.